ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് വെച്ചാൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു സ്പെസിഫിക് സൺ മൂൺ അസെൻഡൻറ്റ് സൈൻ്റെ റീഡിംഗ് അല്ല, സോഡിയാക് സ്പെസിഫിക് അല്ല, നക്ഷത്ര സ്പെസിഫിക് റീഡിംഗ് അല്ല. പക്ഷേ ഇതിൽ എന്തെങ്കിലും മെസ്സേജസ് സോഡിയാക് അല്ലച്ച സൺ മൂൺ റൈസിങ് അസെൻഡൻറ്റ് സൈൻസ് എന്തെങ്കിലും അങ്ങനെ കണ്ടാൽ ഞാൻ ഡെഫിനറ്റ്ലി അത് മെൻഷൻ ചെയ്യും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം, ഇത് റെസൊനേറ്റ് ആയി ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതും ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്താ മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നമ്മൾക്ക് ഈ റീഡിങ്ങിൽ കാണാം. ഹലോ, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റീഡിംഗ് ആണ്. ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോണത്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തേർഡ് പാർട്ടിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മാരീഡ് പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആയിരിക്കാം. അതല്ലച്ചാൽ നിങ്ങളുടെ പേഴ്സൺ വേറെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലായിട്ട് നിങ്ങൾ ഒരു തേർഡ് പാർട്ടിയാണ്. സെക്കൻഡ് സിറ്റുവേഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ മാരീഡ് ആണ് ആൻഡ് നിങ്ങളുടെ പാർട്ട്ണറുടെ വേറെ അഫെയർ ഉണ്ട്. അപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസിലും നമ്മൾ എന്താ ഉണ്ടാവാൻ പോണെന്നാണ് ഈ റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ, നിങ്ങൾ തേർഡ് പാർട്ടി ആണ് വെച്ചാൽ എന്താണ് റീഡിങ് നമ്മൾക്ക് നോക്കാം, എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് നിങ്ങളുടെ കറണ്ട് എനർജി, ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് ക്വീൻ ഓഫ് കപ്സ്. ഈ സിറ്റുവേഷൻ്റെ എനർജി എന്താണ്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ? പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് കപ്സ് ആയിട്ടാണ് വരണത്. ഇത് വാട്ടർ സൈൻ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോയുടെ എനർജിയാണ്. ഇവിടെ കുറേ ഇമോഷൻസും ലവ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതുവെ അങ്ങനത്തെ ഒരു കുറേ ഇമോഷണലി ഓപ്പൺ അവൈലബിൾ ആണ് നിങ്ങൾ. ഇവിടെ കുറേ ഒരു റൊമാൻറ്റിക് എനർജിയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കോ വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട് ഇവിടെ. ഈ സിറ്റുവേഷൻ പക്ഷേ ഒരു പുതിയ സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിരിക്കണേ. ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്ത് നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആണ്, വർക്കിൻ്റെ ത്രൂ ആണ്. അപ്പോൾ ഇതൊരു ഓഫീസ് റൊമാൻസ് മാതിരി ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും കുറച്ച് ഏജ് വൈസ് കുറവായിരിക്കാം, പക്ഷെ അത് നെസസറി അല്ല. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ എന്താണ് ചാലഞ്ചിന് നമ്മൾക്ക് നോക്കാം. ഇവിടെ എന്താണ് ചാലഞ്ച്? ഏറ്റവും വലിയ ചാലഞ്ച് ഇതന്നെയാണ്. ഇതൊരു തേർഡ് പാർട്ടിയാണ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അതാണ് ചാലഞ്ച്. എവിടെയോ നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഈ പേഴ്സൺ ചിലപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് സീരിയസ് അല്ല, നിങ്ങളുടെ കൂടെ ഒരു ടൈം പാസ് റിലേഷൻഷിപ്പാണോ, ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ, അതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള പേടി. അപ്പോൾ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെജിഷ്യൻ ആണ്. മെജിഷ്യൻ എന്താണ് ഇവിടെ? ഏസ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അവർക്ക് ഒരു അവർ എക്സൈറ്റഡ് ആണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അവർക്ക് കുറേ ഒരു
പറഞ്ഞ ആക്ഷൻ എടുക്കാൻ താല്പര്യമില്ല, പറഞ്ഞാൽ അവർ ഓപ്പൺ ആണ്, അവർ എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് അവർ പറയുക. പക്ഷേ ഇവർ പറയണത് എല്ലാം പറഞ്ഞാൽ ഇവർ നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ, അത് കുറച്ച് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ പറയണതും ചെയ്യണത് അതിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്തു വരും. അവരെന്തെങ്കിലും ഒളിപ്പിക്കാൻ നോക്കണ്ട വെച്ചാലും അത് റിവീലാവും. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഏസ് സോഡ്സ് ഒരു ഒരു അൺഎക്സ്പെക്റ്റഡ് ബിഗിനിങ് ആണ്. പേജ് സോഡ്സ് നിങ്ങളോട് യൂണിവേഴ്സ് ആക്ച്വലി ഈ പേഴ്സണെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ എല്ലാം കാര്യങ്ങൾ ഇൻഫർമേഷൻ നിങ്ങളോട് അവരെക്കുറിച്ച് അവരുടെ ലൈഫിനെ കുറിച്ച് എന്താ അവർ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ അത് മുഴുവനെ അവർ റിവീൽ ചെയ്തിട്ടില്ല. ഓക്കെ, മേ ബി നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പിലായതുകൊണ്ട് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ. ചില കാര്യങ്ങൾ അവർ ഇപ്പോഴും ഹൈഡ് ചെയ്തിട്ടാണ് വെക്കണത്. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. അവർ മേ ബി ഫ്യൂച്ചറിൽ നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയായിരിക്കും. പക്ഷേ അത് കുറച്ച് മനസ്സിൽ വെക്കുക. അത് ഈ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തോ കുറേ കാര്യങ്ങൾ അവർ ഇപ്പോഴും റിവീൽ ചെയ്യാൻ പോകണേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? മൂൺ. അപ്പം നിങ്ങളുടെ മനസ്സിലും കുറേ പേടിയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കുറേ ആങ്സൈറ്റി ഉണ്ട്, പേടിയുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ മറക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവുക? ഇവിടെ ഫ്യൂച്ചർ 4 ഓഫ് കപ്സ് ആണ് ആൻഡ് 2 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചോയ്സും ഉണ്ട്. ഓക്കെ, ഈ ചോയ്സ് എന്താ വെച്ചാൽ യൂണിവേഴ്സ് പറയണത് ഇവിടെ ഈ ബോണ്ട് കുറേ സ്ട്രോങ് ആണ്. ഇവിടെ രണ്ട് സൈഡിനും ലവ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ എവിടെയോ നിങ്ങളോട് യൂണിവേഴ്സ് വേറെ ഓപ്ഷൻസ് നോക്കാനും പറയുന്നുണ്ട്. ഇവിടെ 4 ഓഫ് കപ്സ് ഒരു ബോർഡായ പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, ഡെത്ത് ഉണ്ട് ഇവിടെ. അപ്പോൾ യൂണിവേഴ്സ് ആദ്യം അതുതന്നെയാണ് പറയണത്. ഇവിടെ ചാലഞ്ചസ് ഉണ്ടാവും. ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. ഈ എൻഡിങ് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ മേ ബി നിങ്ങൾ വേറെ എന്തോ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. കുറച്ചുകൂടിയും കമ്മിറ്റ്മെൻറ്റ്, അതല്ല വെച്ചാൽ ഒരു ക്ലിയറായി ഫീലിങ്സ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ട് വെച്ചാൽ എവിടെയോ നിങ്ങൾ ഫ്യൂച്ചറിൽ ഡിസപ്പോയിൻ്റ് ആവാൻ പോകുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ആ ഇൻട്രസ്റ്റ് ലെവൽസ് കുറയാൻ പോകുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണേ. അപ്പോൾ ഇത് കുറച്ചൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആവും ഫ്യൂച്ചറിൽ. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കാനാണ് പറയണത്. ഈ റിലേഷൻഷിപ്പിനെ ഇവിടെ എൻഡ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇല്ല അഡ്വൈസ് യൂണിവേഴ്സ് 2 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇത് ക്ലിയറായി മെസ്സേജാണ്. അത് എന്താ നിങ്ങൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് വേണം. എന്നുവെച്ചാൽ ഇതിലൊരു ലോങ് ടേം ഫ്യൂച്ചർ ഉണ്ടോ, ഇവിടെ ഒരു ഫ്യൂച്ചർ തന്നെ ഉണ്ടോ, അത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ തൽക്കാലം ഇതൊരു എക്സൈറ്റിംഗ് ബിഗിനിങ് ആണ്. പക്ഷേ ഫ്യൂച്ചർ വൈസ് ഇതിലെന്താ ഉണ്ടാവുക അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കുക, ചോയ്സ് ഉണ്ടാക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ ഔട്ട്കം നോക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ ഞാൻ കാണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് പോവാം. എന്ന് വെച്ചാൽ നിങ്ങൾ ആൻഡ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സൺ വന്നു. നിങ്ങളുടെ പാർട്ട്ണറുടെ അഫെയർ ഉണ്ട്, അതല്ല വെച്ചാൽ നിങ്ങളുടെ അഫെയർ ഉണ്ട് വെച്ചാൽ അതും ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ആണ് ആൻഡ് നിങ്ങളുടെ വേറെ ഒരു പേഴ്സൻ്റെ കൂടെ അഫെയർ ഉണ്ട് വെച്ചാൽ, അതല്ല വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറുടെ വേറെ അഫെയർ ഉണ്ട് വെച്ചാൽ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി?
സ്റ്റാറാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളും നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണറുടെ ഇടയ്ക്ക് എന്താണ് സിറ്റുവേഷൻ? വേൾഡ്. അപ്പോൾ ഇവിടെ ഇതാ ഒരു കംപ്ലീഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡുമായിരിക്കാം. സെപ്പറേറ്റഡ് എന്ന് വെച്ചാൽ വേണിച്ചിട്ട് സെപ്പറേഷൻ അല്ല, ഇവിടെ മേ ബി ഒരു ലൊക്കേഷൻ്റെ സെപ്പറേഷൻ ആയിരിക്കാം, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. പക്ഷേ ഇവിടെ ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്. ഒരു ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്ത് വരും എന്നൊരു ഫീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ സിറ്റുവേഷനിൽ പ്രോബ്ലം? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്താണ് പ്രോബ്ലം? ഒരു ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. ഇതൊരു മദർ ഇൻ ലോ ഫാദർ ഇൻ ലോ ഇഷ്യൂസ് ആവാം, അതല്ല വെച്ചാൽ ഫാമിലിയിൽ വേറെ ആരെങ്കിലും ഇൻ്റർഫിയർ ചെയ്യണ എനർജി ആവാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു തേർഡ് പേഴ്സൺ ഞാനിവിടെ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു മദറുടെ എനർജിയാണ്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ മദർ ഒരു പേരൻ്റാണ്. കിങ് ഓഫ് കപ്സ് ഉണ്ട്, സ്കോർപ്പിയോ എനർജി, ആൻഡ് ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വേറെ റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്, ഒരു ഇമോഷണൽ കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്തു, അതല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണർ ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണറിന് വേണ്ടിയിട്ട്? ക്യാൻസർ എനർജി, ചാരിയറ്റ്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ അടുത്ത് പോയി ട്രാവൽ ചെയ്യണം എന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഹോപ്പ് എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, ഫ്യൂച്ചറിലെല്ലാം ശരിയാവും, അതാണ് നിങ്ങളുടെ ഹോപ്പ് ഉള്ളത്. ഫ്ലോയിൽ പോകാനാണ് നിങ്ങൾ തീരുമാനിക്കണത്. ഇത് നിങ്ങളുടെ സൈഡിനാണ് ഈ അഫെയർ ഉള്ളത് വെച്ചാൽ നിങ്ങൾ ഹോപ്പ് ചെയ്യണത് എന്താ ആവണ വെച്ചാൽ നമ്മൾക്ക് ഫ്യൂച്ചറിൽ നോക്കാം, ഇപ്പോൾ തൽക്കാലം ഫ്ലോയിൽ പോവാം, അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണറുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? 3 of Wands. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. തൽക്കാലം നിങ്ങൾ രണ്ടാളും ഒരു ബ്രേക്ക് എടുത്തുണ്ടാവും, അതല്ല വെച്ചാൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, ഈ കാര്യം ഈ പേഴ്സണെ പറഞ്ഞാൽ അവർക്ക് ഈ കാര്യം ഒരു പ്രശ്നം തന്നെയാണ് പറഞ്ഞാൽ അവർക്ക് അറിയാം ഇതൊരു കോൺഫ്ലിക്റ്റ് ഉള്ള പോയിൻ്റ് ആണെന്ന്. അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേയും വഴക്കുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത് നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണർ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടിയിലാണ്. അതല്ല വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ തേർഡ് പാർട്ടി ആണ് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറിന് അറിയാം അത് എന്തോ ഇവിടെ ശരിയല്ല എന്ന്. അപ്പോൾ എന്താണ് ഇവിടെ ഫ്യൂച്ചർ ഈ സിറ്റുവേഷൻ്റെ? എംപറർ, ഏരീസ് എനർജി. കുറേ ഏരീസ് ലിയോ എനർജീസ് ഉണ്ട് ഇവിടെ. അക്വേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ആൻഡ് കാപ്രിക്കോൺ ഉണ്ട്. കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, പൈസീസ്, അക്വേറിയസ്. അപ്പോൾ ആദ്യം ഇവിടെയും അതുതന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരണത്. എന്താ വെച്ചാൽ 2 of Wands, സൂക്ഷിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട് ആരുടെയോ കൂടെ. ആ പാഷനറ്റ് ന്യൂ ബിഗിനിങ് പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞ എല്ലാം കാര്യങ്ങൾ ചെയ്യണം മുമ്പേ ആലോചിച്ചിട്ട് വേണം, ഫ്യൂച്ചറുടെ കാര്യം ഓർത്തിട്ട് വേണം പ്ലാൻ ചെയ്യുക. എന്നുവെച്ചാൽ ഈ സഡൻ അഫെയർ അതല്ല വെച്ചാൽ ഒരു സഡൻ പാഷന് വേണ്ടിയിട്ട് നിങ്ങൾ ലൂസ് ചെയ്യണത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതിൻ്റെ ഫ്യൂച്ചറിൽ അതാണ് യൂണിവേഴ്സ് പറയണത്. ഇത് വേണമെച്ചാൽ എങ്ങനെയെങ്കിലും പോവാൻ പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആയിട്ടും പോവാം. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ
ഫ്യൂച്ചറിൽ കുറേ പ്രോബ്ലംസും ഉണ്ടാവാം. അത് ഞാനിവിടെ കാണുന്നുണ്ട് ഔട്ട്കം ആയിട്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ടെംപ്റ്റേഷനെ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഈ ടെംപ്റ്റേഷൻ ഉണ്ടാവില്ല. പറഞ്ഞാൽ ഇതൊരു ടെമ്പററി ഫേസാണ്, അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ. ഇതിനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണറുടെ ഇടയ്ക്ക് ഇത് കൂടുതലൊരു ഇമോഷണൽ സെപ്പറേഷനായി പോവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫിസിക്കൽ സെപ്പറേഷനും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം മുമ്പോട്ട് പോവുക. അതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ്. എന്താ വെച്ചാൽ നിങ്ങൾ എന്താ ഇന്ന് ഡിസൈഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്യും. ടോറസ് എനർജി ഉണ്ട് ഇവിടെ. ടോറസ് അല്ല, വെർഗോ എനർജി, ലിയോ എനർജി, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് വെയിറ്റ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യാനാണ് പറയണത് ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളത്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്യില്ല. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് നിങ്ങൾ ഒരു പേഴ്സണെ ചൂസ് ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ അതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും ഫ്യൂച്ചറിൽ. അത് ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണ്ടതെന്ന്. ആ തോട്ട് ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം എക്സൈറ്റിംഗ് ആയി തോന്നുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഇത് ഡെഫിനറ്റ്ലി ആ ഒരു പോയിന്റ് വരും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും. ആൻഡ് ആ ചോയ്സിൻ്റെ കാരണം നിങ്ങൾക്കൊരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആ പേഴ്സൺ ആരാണെന്ന് അത് നിങ്ങൾക്കാണ് തീരുമാനിക്കേണ്ടത്. എന്നുവെച്ചാൽ ഇവിടെ ഞാനൊരു ബിട്രേയൽ കാണുന്നുണ്ട്. നിങ്ങൾ ആരെയാ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി ബിട്രേഡായി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഇവിടെ ജെമിനായും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഇങ്ങനത്തെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയാം. ഞാൻ ഇങ്ങനത്തെ കുറച്ചുകൂടി റീഡിങ്സ് ഇടാൻ ശ്രമിക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് പറയത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയോ ഇല്ലയെന്ന്. പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാനെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ. ഓൾ ദ ബെസ്റ്റ്.